ഇത് അമ്മയുടെ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. ഈ സാരിയായിട്ട് നമുക്കൊരു പാവാട അടിക്കാം. ഇത് വെറുതെ പാവാട അടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇസ്തിരി ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇസ്തിരി പിടിച്ചു. അപ്പോൾ ഇനി പിന്നെ ഇത് എടുക്കാൻ പറ്റില്ല. ഫ്രണ്ടിൽ തന്നെയാണ് ആ ഇസ്തിരിയുടെ പിടിച്ച സംഭവം മറ്റുള്ളത്. അപ്പം പിന്നെ ഇത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുതിയായിട്ട് പാവാട അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാവാട വെട്ടുമ്പോൾ രാത്രിയിലാട്ടോ ഈ വെട്ടണ പരിപാടിയൊക്കെ നടത്തുക. അങ്ങനെ വെട്ടാണ്. ഇതിൽ ഫ്രണ്ട് അടിയിൽ വീതി കുറഞ്ഞ കസവായതുകൊണ്ട് മുകളിലുള്ള ഈ കസവ് വെട്ടിയിട്ട് നമ്മൾ അടിയിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് അടിക്കുന്നുണ്ട്. ആ കസവിനൊരു വീതി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പാവാട അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പാവാട നമ്മൾ കുറേ ഈ കോടിക്കാർ കുറേ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വൈറ്റ് കളർ വരുമല്ലോ. അപ്പോൾ ആ കോടിക്കാർ കിട്ടാൻ വേണ്ടി നമുക്കൊരു ഐഡിയ ഉണ്ട്. യൂട്യൂബിൽ കണ്ടത് തന്നെ കേട്ടോ. നമുക്കൊരു ഓടിൻ്റെ കഷ്ണം, ഈ ഓടിൻ്റെ കഷ്ണം നമ്മൾ അരച്ച് ചേർക്കുക. നമ്മൾ അതിലേക്ക് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഓടും നനച്ചിട്ട് ഈ കല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒരത്തി നൈസായിട്ട് എടുക്കുക. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ കഞ്ഞിവെള്ളത്തേക്ക് മിക്സ് ചെയ്യാം. കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് നമുക്ക് ഒരു ആ കളറിൻ്റെ എത്ര വേണോ അതനുസരിച്ച് നമ്മൾ മൂക്കുക, കലക്കുക. പിന്നെ നമ്മൾ കംഫർട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഡ്രസ്സ് അതിൽ മുക്കിയ ഡ്രസ്സ് മീൻസ് ഈ കസവിൻ്റെ ഡ്രസ്സ് പട്ടോട അടിച്ചില്ലേ, അത് നമ്മൾ അതിലേക്ക് മുക്കി വയ്ക്കുക. മുക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ചളി പിടിച്ചപ്പോൾ കളർ വരും. പക്ഷെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കോടിക്കാർ പോലെ ഉണ്ടാവുക. ഇതാണ് നമ്മൾ അതിൻ്റെ കസവൊക്കെ ഉണ്ട് ഭയങ്കര ബ്രൈറ്റ് ആയ പോലെ ഇല്ലേ. നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ചളി പിടിച്ചു, പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആ കളറായി വരും. കണ്ടില്ലേ, ഒരു കോടി കളറിൻ്റെ കളറായിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് ഞാൻ ഓണത്തിന് രാവിലെ നമ്മൾ പൂക്കളിടില്ലേ അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ടോപ്പും ഈ ഒരു പാവാടയും. ഇതാണ് നമ്മൾ പാവാട അടിച്ചത്. ഈ ടോപ്പ് അടിക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ തന്നെ അടിച്ചിട്ട് ഞാൻ തന്നെ ഈ സാധനം നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്തതാണ്. നമ്മൾ അരി വർക്കിൻ്റെ സൂചി ഇട്ട് ചെയ്തതല്ല. അത് സാധാ സൂചിയില്ല, നമ്മൾ ഒരു മെലിഞ്ഞ സൂചി ഉണ്ട്, അത് മേടിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ അടിയിൽ കൊടുക്കാം, കാണാം. ഇത് കണ്ട് നമ്മൾ നേരത്തെ നമ്മൾ കസവ് വീതിയില്ലാത്തതുകൊണ്ട് മുകളിലുള്ള ആ കസവ് കട്ട് ചെയ്തിട്ട് താഴത്ത് ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.